ഭാര്യയുടെ മുന്നിലിട്ട് രാത്രി സമയത്ത് സന്ധ്യാസമയത്ത് കയറി വെട്ടിക്കൊല്ലുന്നു. അതായത് മലബാറിലൊക്കെ ഈ വെട്ടുകല്ല് വെട്ടുന്ന ഒരു മഴുവുണ്ട്. നമ്മുടെ ഇവിടുത്തെ നാടൻ മഴു പോകണക്കുള്ള കൈക്കോടാലിയേക്കാളും കുറച്ചും കൂടെ ഒരു വീതി കൂടിയ ഒരു മഴുവാണ് ഈ വെട്ടുകല്ല് വെട്ടുന്ന മഴു എന്ന് പറഞ്ഞാൽ. ആ വെട്ടുകല്ല് വെട്ടുന്ന മഴുവിന് ഭാര്യയുടെ മുന്നിലിട്ട് പച്ചയ്ക്ക് വെട്ടിക്കൊന്ന കൊലപാതക കേസിലെ ഒന്നാം സാക്ഷിയല്ല, ഒന്നാം പ്രതി അത് നമ്മൾ പറഞ്ഞത് തെറ്റിപ്പോകരുത്. ഒന്നാം പ്രതിയാണ്. അതായത് കുറെ പേർ കൂടി വെട്ടിക്കൊല്ലുന്നു. ആ വെട്ടിക്കൊല്ലുന്നതിൽ ഒന്നാം പ്രതിയാണ് സാക്ഷാൽ പിണറായി വിജയൻ. പക്ഷെ പിന്നീട് കോടതിയിൽ നമുക്കറിയാലോ, ഒരു കൊലപാതക കേസ് കോടതിയിൽ വരുമ്പോൾ കോടതി ട്രയലിൽ നടക്കും. ആ ട്രയൽ നടന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് തെളിവുകളുടെ അഭാവത്തിൽ പിണറായി വിജയനെ വെറുതെ വിട്ടു. അതുകൊണ്ട് പിണറായി വിജയൻ അതിനകത്ത് കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരാളെ ശിക്ഷിച്ചെങ്കിലേ കുറ്റക്കാരനാവുന്നുള്ളൂ. കോടതിയുടെ ഇവിടുത്തെ നിയമ സംവിധാനത്തിന്റെ ഒരു രീതി അങ്ങനെയാണ്. അതുകൊണ്ട് പിണറായി വിജയൻ അതിൽ നിന്ന് ശിക്ഷിക്കപ്പെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സംഭവിച്ച ഒരു കാര്യം ഇതാണ്. 1969, ഞാൻ ആ വർഷമൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1969 കണ്ണൂർ ജില്ലയിൽ വാടിക്കൽ രാമകൃഷ്ണനെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മുന്നിലിട്ട് വീട്ടിൽ കയറി വെട്ടിക്കൊന്ന കേസിലെ ഒന്നാം പ്രതി ആണ് ഈ